നമസ്കാരം. വാട്ട് ഈസ് സക്സസ് എന്ന് ചോദിച്ചാൽ സക്സസ് ഈസ് എ ഇൻഡിപെൻഡൻസി. സ്വാതന്ത്ര്യമാണ് സക്സസ്. എന്താണ് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ അത് ഭയങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, വിശ്വാസങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, നിരാശകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ സക്സസ് എന്ന് പറയുക. പല ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്തും പല ആൾക്കാരും പറയും, ഞാൻ യഥാർത്ഥത്തിൽ സക്സസ് അല്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷേ എല്ലാവരും സക്സസ് അല്ലേ? സക്സസ് ഈസ് എ ജേണി, ഇറ്റ്സ് നോട്ട് എ ഡെസ്റ്റിനി. സക്സസ് ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഉടനീളം നമ്മൾ സക്സസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജനനം പോലും അനേകായിരം കോടി ബീജങ്ങളിൽ നിന്ന് ആണ് നമ്മൾ വിജയിച്ച് ശക്തരായതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് പിറവിയെടുത്തത് പോലും എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ഓരോ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അവിടുന്ന് തുടങ്ങി ഒരു 6 മാസമാവുന്ന കുട്ടി കമിഴ്ന്ന് വീഴുന്നില്ല എങ്കിൽ, ആ കുട്ടി 6 മാസം വരെ ആയിട്ടും കമിഴ്ന്ന് വീണിട്ടില്ല എങ്കിൽ ആ കുട്ടി സക്സസ് അല്ല എന്നാണ് അർത്ഥം. അങ്ങനെ കമിഴ്ന്ന് വീണിട്ടുണ്ടെങ്കിൽ, അതിനുശേഷം എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ ഘട്ടത്തിലും അതായത് ചെയ്യേണ്ട സംഗതികൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സക്സസ് ആണ്. യഥാർത്ഥത്തിൽ സക്സസ് അല്ല എന്നല്ലേ നമ്മുടെ ആ വ്യക്തിയുടെ മനോഭാവമാണ് തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഒരു 10, 18, 20 വയസ്സിലെ സമയത്ത് അവർ പ്രണയം തോന്നിക്കുകയോ അല്ലെങ്കിൽ ലവ് ലെറ്റർ കൊടുക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ പോലും പറ്റുന്നില്ല എങ്കിൽ, അല്ലേ, 20-25 വയസ്സിനുള്ളിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർ സക്സസ് അല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ അതാത് പ്രായത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ നടത്തിയിരിക്കണം. അതാണ് സക്സസ് എന്ന് പറയുന്നത്. അതൊരു യാത്രയാണ്. ഒരിക്കൽ വിജയിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്നാൽ വിജയിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കാതെ വീണ്ടും വീണ്ടും തുടർച്ചയായി നടത്തുന്ന യാത്രയാണ് സക്സസ്സുകളുടെ യാത്ര. ഒരു 80 വയസ്സ് കഴിഞ്ഞ വ്യക്തി എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ, ഒരു അസുഖവുമില്ലാതെ, ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ഡോക്ടർക്കൊന്നും പോകേണ്ട ആവശ്യമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആ വ്യക്തിയുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ സക്സസ്സിന് ഒരു പ്രത്യേക ഇല്ല. നമ്മുടെ മനസ്സിൻ്റെ അളവ് പോലാണ് സക്സസ്സിനെ നിശ്ചയിക്കുന്നത്. നമ്മുടെ മനസ്സ് എത്രത്തോളം വലുതാക്കി അത് വെക്കാൻ പറ്റുമോ ആ വിജയം നേടുന്നവരെ പോരാടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ വ്യക്തി എന്ന രീതിയിൽ നമ്മളോട് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ചെയ്യാതെ ഞാൻ സക്സസ് അല്ല, ഞാൻ വിജയിയല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ പാപികൾ. നമ്മൾ ഈ ടൗണിലൂടെയൊക്കെ വണ്ടി ഓടിച്ച്, ഈ ട്രാഫിക്കിലൂടെയൊക്കെ വണ്ടി ഓടിച്ച്, ലൈസൻസോട് കൂടി വണ്ടി ഓടിച്ച് വരുന്ന ആൾക്കാർ, ആ ലൈസൻസിലെ ആൾക്കാർ, ആ വണ്ടി ഓടിക്കുന്ന ആൾ സക്സസ് അല്ലേ? അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാ കാര്യത്തിലും എന്തും ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവ് അവർക്കുണ്ടെന്നതിന് അർത്ഥം. അതിനുള്ള ലൈസൻസാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ സക്സസ് ആയ ഒരു വ്യക്തി പറയുകയാണ് ഞാൻ സക്സസ് അല്ല എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് സക്സസ് ആകുന്നില്ല? നിങ്ങൾക്ക് കറക്റ്റായ ഒരു ദിശാബോധത്തേക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ സക്സസ് ആകാൻ വേണ്ടി പണിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. പല ആൾക്കാരും ചെറിയ ചെറിയ മനോഭാവത്തോടുകൂടി നടക്കുന്നതാണ് നമ്മളുടെ ആ ചെറിയ മനോഭാവത്തിൽ നമ്മൾ വിചാരിക്കുന്ന ആ കാര്യങ്ങൾക്ക് സക്സസ് ആവുന്നുണ്ട്. നമ്മൾ വലിയ വലിയ ചിന്തകൾ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പോകുന്നതാണ് നമ്മുടെ സക്സസിൻ്റെ എണ്ണം കുറയാനുള്ള പ്രധാന കാരണം. നമ്മൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും വലിയ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വലിയ കാര്യം നേടുകയും ചെയ്യുമ്പോൾ ആണ് സക്സസ് എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ചെറിയ കാര്യത്തിലും സക്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെക്കുന്ന കാര്യം വലിയത് ആക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുമ്പോൾ വലിയ സക്സസ്സുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ വലിയ സക്സസ്സുകൾ ആകുന്നവരായി മാറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും വലിയ വലിയ ചിന്താഗതി വെക്കുകയും വലിയ വലിയ വിജയങ്ങൾ നേടുകയും ചെയ്യാൻ സാധിക്കുമാറാകണം. ഇങ്ങനെ ആണ്. അതുകൊണ്ട് ആരും സക്സസ് അല്ല എന്നുള്ള ഒരു മനോഭാവം വെക്കരുത്. ഈ ലോകത്ത് എല്ലാവരും സക്സസ് ആണ്. അവർ ചിന്തിക്കുന്ന, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുത്തിട്ട് വന്നിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചിന്തിക്കുകയും
വലിയ കാര്യത്തിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുക, അതിലുള്ള ആക്ഷൻ എടുക്കുക. അത് ആകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.